ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയൊരു കോവൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിത് ഇവിടെ മാൻഡ്രിയം ബീച്ചിലാണ്. മാൻഡ്രിയം ബീച്ചിലത്തെ കാഴ്ചകളൊക്കെ ഏറെക്കുറെയൊക്കെ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടോളൂ കേട്ടാ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ ആലമ്പുഴ ബീച്ചിലേക്ക് പോവാണ്. ഏതാണ്ട് ഒരു അപ്രോക്സിമേറ്റ് ഒരു 3 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 4 കിലോമീറ്ററിന് താഴെയാണ് ആലമ്പുഴ ബീച്ചിലേക്ക് നമുക്ക് മാൻഡ്രിയം ബീച്ചിൽ നിന്ന് വരുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തി. പതിവ് പോലെ തന്നെ നമ്മൾ ഈ പാർക്കിംഗ് ഒക്കെ അവിടെ ചള്ളയിലൊക്കെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ പാർക്കിംഗ് ഫീ കൊടുക്കേണ്ടി രക്ഷപ്പെട്ടു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ആദ്യം കണ്ടത് 2 കുട്ടികൾ ഇവിടെ മണ്ണുവാരി കളിക്കുന്നതാണ്. അവരെല്ലാം അതിൻ്റെ എക്യുപ്മെന്റ്സും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം അവരെ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. അപ്പോൾ അവരുടെ അമ്മ വന്ന് പിള്ളേരെ മണ്ണി കടിക്കരുതെന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് വന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആലമ്പുഴ ബീച്ചിൻ്റെ ഒരു അറ്റത്താണ്. നമ്മളിതിപ്പോൾ ഇങ്ങനെ ഓരോ സൈഡായിട്ട് ഈ ആലമ്പുഴ ബീച്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു ബീച്ചാണ്. ഏതാണ്ട് ഒരു 7 കിലോമീറ്ററോളം നമുക്ക് ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പല സെക്ടറുകളിലായിട്ടാണ് നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് കയറി കയറി ഇറങ്ങി 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 പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. മണ്ണ് വഴികൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ ഇഷ്ടം പോലെ മണ്ണാ. അപ്പം അതുകൊണ്ട് അതിനൊരു പഞ്ഞൂരിയ. അങ്ങനെ നമ്മൾ ആലമ്പുഴ ബീച്ചിൻ്റെ ശരിക്കുള്ള കവാടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. സംഭവം അങ്ങനെ വലിയ കവാടൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു കുടിൽ വേലയ്ക്ക് അപ്പുറത്ത് നമ്മൾ കാണുന്നത് വേറൊരു വിസ്മയ ലോകം തന്നെയാണ്. അങ്ങനെ നമ്മൾ മന്ദം മന്ദം നടന്ന് അതിൻ്റെ വഴിധാരകളിൽ കൂടി ആ ബീച്ചിലേക്ക് എത്തി. അപ്പോൾ തന്നെ കൺകുളിർമയ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നട്ടുച്ച നേരത്ത് ഈ പൊരിവെയിലത്ത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിവിടെ നിൽക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഈ വെയിലാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം അധികം ഗസ്റ്റുകളൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വെള്ളത്തിൽ ചാടി കിടക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഗസ്റ്റുകൾ കാണണമെന്ന് ഇവരൊക്കെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് കെട്ടും. അതിനുവേണ്ടി നമുക്കിവിടെ കാത്തിരിക്കാം. പക്ഷെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം നേരം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നിന്ന് ബോറടിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ. നമുക്ക് ആലമ്പുഴ ബീച്ചിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ആ കടകളിലുള്ള കുറച്ച് സാധനങ്ങളും കരകൗശല വസ്തുക്കളും എന്നൊക്കെ അടങ്ങുന്ന ഒരുപാട് സംഭവങ്ങളും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് ഈ കാണുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇന്ത്യൻസിന് വേണ്ടിയിട്ടല്ല, ഫോറിനേഴ്സിനെ നല്ല രീതിയിൽ പറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ്. ഇതിലേത് സാധനം എടുത്താലും 500, 1000, 2000 ഒക്കെ ആവും റൈറ്റ്. പക്ഷേ അവർ വില പേശി ഫോറിനേഴ്സ് എൻ്റെ അത് ലാസ്റ്റ് 500 രൂപയ്ക്കും 300 രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോകും. നമുക്ക് നമ്മുടെ ബീച്ചുകളുടെ അടുത്ത് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനൊന്നും പേരും നമുക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയുന്ന പോലും അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇവിടെ ഇപ്പോൾ ബാഗുകളുടെ ഷോപ്പുകൾ, അതുപോലെ തന്നെ ഡ്രീം ക്യാച്ചർ, കണ്ണാടകൾ, ഈ മരം കൊണ്ടുള്ള പലതരത്തിലുള്ള സംഭവങ്ങൾ, വളകൾ എന്ന് തുടങ്ങി ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. നമ്മളിതൊക്കെ ഇങ്ങനെ വെറുതെ വായനോക്കി നടക്കുന്നല്ലാണ്ട് നമ്മളൊന്നും വാങ്ങില്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇത് വാങ്ങിയിട്ട് എന്തിട്ട് ഉപകാരം? ഗോവ എന്ന് കഴിക്കാനാ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളേലും ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ പോരെ. അങ്ങനെ പോകുമ്പോൾ ഒരു ചേട്ടാ അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ വരച്ച് ചിത്രം വരച്ച് അവിടെ ഫോട്ടോ പോലെയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടത് ഇത് വന്നപ്പോൾ ഈ തലയില് ഇങ്ങനെ എന്തിട്ട് പറയുക, തൂവലൊക്കെ കുത്തി വെച്ചിട്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എന്തിട്ട് സാധനം. അങ്ങനെ അതും കണ്ട് എല്ലാം കണ്ടിങ്ങനെ നടന്ന് ആലമ്പുഴ ബീച്ചിൻ്റെ മെയിൻ എൻട്രിക്ക് എത്താനുള്ള പരിപാടികളാണ് നമ്മളിവിടെ ചെയ്യണേ. അങ്ങനെ നടന്ന് ലാസ്റ്റ് ഞാൻ കുഴഞ്ഞു വീഴാറായി. അങ്ങനെ ലാസ്റ്റ് നടന്ന് ഇവിടെ എത്തിയപ്പോൾ കാണുന്നത് ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ. നമ്മളിവിടെ എത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തെ ഞങ്ങൾ സ്തംഭിച്ചു പോയി ഇവരുടെ ഈ പാട്ടൊക്കെ കേട്ട്. നിങ്ങൾക്ക് ഈ പാട്ടൊന്ന് കേൾക്കണം. എനിക്കൊന്ന് പോയി കേട്ടിട്ട് വാ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ. ഈ ഭക്തവത്സന്മാരായ ഈ BJP ചേട്ടന്മാര് അവിടെയും ഇതന്നെയായിരിക്കും പരിപാടി തോന്നും. എവിടെ? അവരുടെ നാട്ടിലും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഗൃഹാത്രം ഉൾക്കൊള്ളുന്ന രീതിയിൽ പാടാനൊക്കെ ഇവർക്ക് എവിടെ നിന്നോ ഇത്രയും കഴിയൂ.
അങ്ങനെ ഈവനിങ് ടൈം വഴി ആരമ്പോൾ ബീച്ചിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഈവനിങ് ടൈമിലുണ്ടല്ലോ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതായത് കൂടുതലും ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് കാണാം. ഇപ്പൊ ഈ ഫോറിനേഴ്സ് ചാട്ടന്മാരൊക്കെ പാടിയ പാട്ടുകളൊക്കെ കണ്ടില്ലേ? അതുപോലെ തന്നെ പലരും പല സൈഡിൽ തമ്പടിച്ച് ഗ്യാങ്ങുകളായിട്ട് ഇരുന്നിട്ടാണ് അവരുടെ ഈവനിങ് എന്റർടൈൻമെന്റ് പരിപാടികൾ. അതുപോലെ തന്നെ ഇതാ കാണുന്ന പട്ടികൾ, കൊണ്ടപാനം പട്ടികളാ. പട്ടികളൊക്കെ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക ഇഷ്ടം പോലെ കാണും. അങ്ങനെ ദേ ഇവിടെ ഈ മറ്റേ കടൽ മണൽ കൊണ്ടുള്ള കുറെ പരിപാടികൾ, കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ കണ്ട് 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 അങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഇങ്ങനെയും പല കാര്യങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ളത് എന്നെ ഓർമ്മിപ്പിച്ചത്. അവിടെ ദേ കുറെ ചേട്ടന്മാരൊക്കെ അവിടെ ബോൾ കളിക്കുന്നുണ്ട്. ഇവിടെ കുറെ ചേട്ടൻ ഒരു 3 കുഴ പോലത്തെ സാധനം എടുത്ത് മോളിക്ക് വീക്കിങ് കറക്കൊക്കെ ഇങ്ങനെ ചെയ്യണ കാണാം. സംഭവം കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ കൂടുതലും ഫോറിനേഴ്സ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു ചേട്ടൻ ദേ 3 കറുത്ത ബോളുകളൊക്കെ ഇട്ട് മോളിക്കിട്ട് കറക്കണ്. എന്ന് തുടങ്ങി ദേ ഓരോരുത്തരും നടന്ന് ചെയ്യാൻ പറ്റാണ്ട് സൈക്കിളിന്റെ മുകളിൽ ചാടി കയറി നിന്നിട്ട് എങ്ങനെ ഇതൊക്കെ പഠിക്കണേ. ഇതൊക്കെ എങ്ങനെയാ വീട് ഇതൊക്കെ ചെയ്യണം? എനിക്ക് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് വാങ്ങി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇത് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യം നിന്നില്ലോ. അപ്പൊ അത് കാരണം അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ടിരിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. പിന്നെ അങ്ങനെ ചോദിച്ചിട്ട് തന്നില്ല മോശമില്ലേ? അങ്ങനത്തെ നമ്മളതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ടത് ആൾക്കാരൊക്കെ ഇവിടുന്ന് എഴുന്നേറ്റ് പോയി തുടങ്ങി. കാര്യം എന്ന് വെച്ചാൽ ഈവനിങ് ടൈം ആയില്ലോ, രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാഴ്ചകളൊക്കെ അധികം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കാഴ്ചകളൊക്കെ കുറഞ്ഞിറങ്ങുന്ന കാരണം എല്ലാവരും വൈൻഡപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്കും ഇവിടുന്ന് പോവാനുള്ള ടൈമായി. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചേരം കൂടി നിന്ന് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ദേ ഒരു ചേട്ടൻ തലയിൽ ഇങ്ങനെ മുടി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയാണ്ട് ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. കുറെ പേരുടെ തലയിൽ കാണും. ഞാൻ അതൊന്നും ചെയ്തില്ല. ഇതാണ് ആരബോൾ ബീച്ചിന്റെ നൈറ്റ് ലൈഫ് വൈബുകൾ. അങ്ങോട്ട് വലിയ പാർട്ടി പരിപാടികളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു ഒരു സ്ലോ വൈബിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ പോയി പോയി നമ്മൾ ദേവിടെ ഫുഡ് കോർട്ടിലെത്തി. ഇത് 80 രൂപയുടെ ഷവർമ്മയാണ്. കാര്യം ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണോ? അത് തന്നെ നമ്മുടെ നാട്ടിലത്തെ അതേ സെയിം പകർപ്പ് തന്നെ. കാരണം അത് കേരളക്കാരുടെ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ ദേ ഒരു പള്ളിയിലൊക്കെ കയറി കുരിശൊക്കെ വരച്ച് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അങ്ങനെ ആരമ്പോൾ ബീച്ചിലത്തെ ഒരുപാട് കാഴ്ചകൾ ഞാൻ ഫോട്ടോ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഫോട്ടോകൾ ഞാൻ ഇതിൻ്റെ ഒപ്പം ഇടുന്നുണ്ട്. നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കണ്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ.